Hello friends, പൈത്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ സീരിയലൈസേഷൻ ആണ് പഠിക്കുന്നത്. സീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യാനും അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒരിടത്ത് ട്രാൻസ്ഫർ ചെയ്യാനും, അതായത് ഒരു ലൊക്കേഷൻ വേറെ ലൊക്കേഷനിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ സീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഒബ്ജക്റ്റിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരുപാട് മാർഗമുണ്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ JSON ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്കത് പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് പൈത്തന്റെ ഓൺ പിക്കിൾ എന്ന് പറയുന്നൊരു ലൈബ്രറി ഉപയോഗിച്ചിട്ട് നമ്മൾ സീരിയലൈസ് ചെയ്യുന്നു. ഇത് സീരിയലൈസ് ചെയ്യുമ്പോൾ ബൈനറി അറേ ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുക റിട്രീവ് ചെയ്യുകയും ചെയ്യുന്നത്. സോ നമുക്ക് അതിലോട്ടൊന്ന് കടക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ലൈബ്രറി ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് പിക്കിൾ എന്ന് പറയുക. എന്നിട്ട് നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഡിക്ഷണറി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്രിയേറ്റ് ചെയ്യുന്നു. ഡിക്ഷണറി. ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ ഇവിടെ ഈക്വൽ ഇട്ടിട്ട് വാല്യൂ കീ എന്നുള്ളത് ടൈറ്റിൽ, വാല്യൂ നമുക്ക് കോഡ്സിനകത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു ബുക്കിന്റെ പേര് കൊടുക്കുന്നു, 2 states. ഇവിടെ നമുക്ക് ഓഥർ കൊടുക്കാം, ഈക്വൽസ് ഓഥർ ഈക്വൽസ് ചേതൻ ഭഗത്. അതിനുശേഷം നമുക്ക് പ്രൈസ് കൊടുക്കാം. അത് ഒരു നമ്പറാണ്. സോ നമുക്കിങ്ങനെ നമ്പറായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിക്ഷണറി ഒബ്ജക്റ്റ് റെഡിയായി, ബുക്ക് എന്നുള്ളത്. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ സീരിയലൈസ് ചെയ്ത് ഫയലിലോട്ട് സ്റ്റോർ ചെയ്യണം. അത് സീരിയലൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി അറേ ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ നമുക്ക് വിത്ത് സ്റ്റേറ്റ്മെന്റ് വെച്ച് ഫയൽ ഓപ്പൺ ചെയ്യാം. നമ്മൾ വിത്ത് ഓപ്പൺ, ഇവിടെ നമ്മൾ ഫയൽ നെയിം പറയുക. ഇവിടെ ഞാനിവിടെ book.pickle എക്സ്റ്റൻഷൻ പിക്കിൾ എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്യേണ്ട മോഡ് ഓർക്കുക, റൈറ്റ് മോഡാണ്, പക്ഷെ ബൈനറിയാണ്. അതുകൊണ്ട് W റൈറ്റ് മോഡ്, B ബൈനറി പറയുക. ആസ് outfile എന്ന് പറയുക. ഇവിടെ നമുക്ക് ഇതിനകത്തോട്ട് റൈറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ അതിന് പറയുന്നത് പിക്കിളിനകത്തുള്ള മെത്തേഡ് തന്നെ കോൾ ചെയ്യാം. pickle.dump എന്ന് പറയുക. ഇവിടെ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് പറയുക. ഒബ്ജക്റ്റിന്റെ പേര് ബുക്ക് എന്നാണ്. ഏത് ഫയലാണ്, ഫയൽ ഹാൻഡിലറിന്റെ പേര് കൊടുക്കുക, outfile. സോ ഈ രണ്ട് കാര്യം കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. outfile അത് ഫുള്ളായിട്ട് വന്നിട്ടില്ല. ഓക്കെ, സോ ഇവിടെ എറർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഫയൽ ക്രിയേറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഇവിടെ നമുക്ക് കാണാം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ നോട്ട് പാഡ് എന്തെങ്കിലും വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം ഇത് റീഡബിൾ ആയിട്ട്, പൂർണ്ണമായിട്ടും റീഡബിൾ അല്ല. സോ ഇനി നമുക്ക് അടുത്തത് നമുക്കിതിനെ ഒന്ന് റീഡ് ചെയ്യാം. ഈ ഫയലിൽ നിന്ന് നമുക്കൊന്ന് റീഡ് ചെയ്യാം. അതിന് നമുക്ക് വിത്ത് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. വിത്ത് ഓപ്പൺ, ഇവിടെ ഫയൽ നെയിം തെറ്റാതെ കൊടുക്കുക, book.pickle, ഇവിടെ നമുക്ക് റീഡ് ആണ്, R കൊടുത്തു, ബൈനറി മോഡ്. സോ RB, മറ്റേത് WB. ഇപ്പം ഇത് തെറ്റരുത്. ആസ് infile. ദെൻ ഇവിടെ നമുക്ക് ഒരു ബുക്കിന്റെ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. book 1 എന്നായിക്കോട്ടെ, ഈക്വൽസ്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആ ഒബ്ജക്റ്റ് ലോഡ് ചെയ്യാം. ഇവിടെ പിക്കിളിന്റെ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ലോഡ് എന്ന് പറഞ്ഞിട്ട്. ആ ലോഡ് ഫംഗ്ഷനകത്ത് ആകെ പറയേണ്ടത് ഫയൽ ഹാൻഡിൽ മാത്രം, അതായത് infile എന്ന് മാത്രം ഇവിടെ നമ്മൾ പറഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് book 1 ഒന്ന് കൊടുക്കാം. നമുക്ക് സേവ് ചെയ്യുക, ഒന്ന് റൺ ചെയ്യാം. ഇപ്പം നമുക്കിവിടെ കാണാം ടൈറ്റില്, ഓതർ, നമുക്കത് റീഡബിൾ ഫോർമാറ്റിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഫയലിനകത്ത് അത് ബൈനറി ആയിട്ടാണ് ഇരിക്കുന്നത്, അത് നിങ്ങൾ കണ്ടായിരുന്നു. സോ ഇതിന്റെ സീരിയലൈസേഷന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പം നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.